ലോകത്ത് സമാധാനമുണ്ടായത് ആശയപരമായ പ്രചരണം കൊണ്ടോ പ്രബോധനം കൊണ്ടോ അല്ല, രക്തം ചിന്തിയതിലൂടെയാണ്. സമാധാനം നിരപരാധികളുടെ രക്തത്തിൻ്റെ നിലവിളിയാണ് ലോകത്തിന് മുമ്പിൽ ഓർമ്മപ്പെടുത്തുക. അക്രമത്തെയും വിദ്വേഷത്തെയും വേരോടെ പിഴുതെറിയാൻ രക്തം ചിന്തിയവരാണ് വിശുദ്ധ രക്തസാക്ഷികൾ. രക്തത്തിൻ്റെ വിലയാണ് നമ്മുടെ സമാധാനം. ആസുരമായ കാലമാണിത്. ലോകത്തെമ്പാടും നിഷ്കളങ്കരുടെ രക്തം ചിന്തപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ആ രക്തം മുറവിളി കൂട്ടുന്നു സമാധാനത്തിന് വേണ്ടി. ഈശ്വരനും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയ ചാനലിലേക്ക് എവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ലോക സമാധാന ദിനമാണ്. അഖില ലോകവും സമാധാനത്തിലാകാൻ ആശയപരമായ പ്രചാരണങ്ങളല്ല നേതൃത്വം വഹിച്ചിട്ടുള്ളത്, നിരപരാധരുടെ രക്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വേദനാകരവും ഏറ്റവും ജീവനാർന്നതുമായ ഒരു ഓർമ്മയാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം. ഹിന്ദുത്വ വർഗീയതയുടെ ആൾരൂപമായ ഗോഡ്സെ രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ഗൂഢാലോചനയുടെ ഭാഗമായി ഗാന്ധിയുടെ പെരുമാറിലേക്ക് വെടിയുണ്ടകൾ പായിക്കുന്നു. ഗാന്ധിയുടെ രക്തം ഇന്ത്യയുടെ മണ്ണിൽ സമാധാനത്തിന് നിലവിളിയായിരുന്നു. കലാപങ്ങൾ കരുതി വരുത്താൻ ഉപവാസയജ്ഞങ്ങളിലൂടെ ഗാന്ധി നടത്തിയ ഇടപെടലുകൾ ഇന്ത്യ ഒരിക്കലും ഒരു മതരാഷ്ട്രമാകില്ല എന്ന് ഉറപ്പ് വിളിച്ചോതുന്നുണ്ടായിരുന്നു. ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ വിഭജിക്കപ്പെടാതിരിക്കാൻ, വിഭാഗീയമാകാതിരിക്കാൻ, മതരാഷ്ട്ര ശക്തികൾക്ക് വിധേയപ്പെടാതിരിക്കാൻ കൃശകാത്രനും ക്ഷീണിതനുമായ ഗാന്ധി ഉപവാസങ്ങളിലൂടെ, നിരന്തരമായ സമാധാന യാത്രകളിലൂടെ നേതൃത്വം വഹിച്ചു. ഗോഡ്സെ ഗാന്ധിയെ കൊല്ലുന്ന സമയത്ത് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല താൻ ഗാന്ധിയെ വധിക്കുന്നത്, രാഷ്ട്രീയം കൊണ്ടാണ്. ഒരേ ഒരു കാരണം രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം എന്താണ്? ഓരോ പൗരനും അവകാശപ്പെട്ടതാണ് ഇന്ത്യയെന്നും മതവിഭാഗീയതകൾക്ക് ഇന്ത്യയിൽ ഇടമില്ലെന്നും തൻ്റെ ജീവിതം കൊണ്ട് ഗാന്ധി പ്രഖ്യാപിച്ചു. അതിന് ഗാന്ധിക്ക് കൊടുത്ത ഉപഹാരമാണ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വം. ആ രക്തം ഇന്ത്യയിൽ വീണതുകൊണ്ടാണ് ഇന്ത്യ വിഭജിതമാകാതിരുന്നത്. ആ രക്തത്തിൻ്റെ വിലയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സമാധാനപൂർണമല്ലെങ്കിലും മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കുന്ന ഒരു ഇന്ത്യ തുടർന്നു പോരാൻ കാരണം. ലോകത്തെമ്പാടും നിരപരാധികളുടെ രക്തം ചിന്തിയിട്ടാണ് സമാധാനം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. എവിടെയെല്ലാം നിരപരാധരും നിഷ്കളങ്കരുമായ മനുഷ്യർ തങ്ങളുടെ ജീവിതം അർപ്പിച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം ഈ മണ്ണിൽ നിരപരാധരും നിഷ്കളങ്കരുമായവർ രക്തം ചിന്തിയിട്ടുണ്ടോ, എവിടെയെല്ലാം സ്നേഹത്തിനു വേണ്ടി സ്വന്തം ജീവിതം അർപ്പിക്കാൻ രക്തസാക്ഷികൾ തയ്യാറായിട്ടുണ്ടോ, അവിടെയെല്ലാം സമാധാനം സ്ഥാപിക്കപ്പെടുന്നു. സമാധാനം ഒരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു. ജീവാർപ്പണത്തിന് വിലയുള്ള ഒന്നാണ് സമാധാനം. അക്കാര്യം ലോകമെന്ന് ഓർക്കുകയാണ് ലോക സമാധാന ദിനം. സമാധാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകമെമ്പാടും മനുഷ്യകുലത്തിന് സമാധാനം നൽകിയത് ക്രിസ്തുവിന്റെ ജീവാർപ്പണമാണ്. എഫേസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14-ാം തിരുവചനം പറയും, അവൻ നമ്മുടെ സമാധാനമാണ്. ശത്രുതര മതിലുകൾ തകർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യുന്നു അവൻ. യേശുവിന്റെ രക്താർപ്പണമാണ് ശത്രുതര മതിലുകൾ തകർക്കുന്നത്, ലോകമെമ്പാടും സാഹോദര്യത്തിന് ശക്തി പകരുന്നത്, അപരവിദ്വേഷത്തിന്റെയും പരനിന്ദയുടെയും പ്രകൃതത്തിൽ നിന്ന് മനുഷ്യത്വത്തെ വിമോചിപ്പിക്കുന്നതും ദൈവസ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നതും. മിസ്റ്റർ ലൂക്കാസ് വിശേഷത്തിൽ യേശുവിന്റെ കുരിശുമരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. തലയൂരിടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. കുരിശു ചുമന്ന് അവിടെ എത്തുന്ന യേശുവിനെ കുരിശിൽ തറയ്ക്കുകയാണ്. മിസ്റ്റർ ലൂക്കാസ് വിശേഷം 23-34 വിശ്വപ്രസിദ്ധമായ, മനുഷ്യനുള്ള കാലത്തോളം വിസ്മരിക്കാനാവാത്ത ഒരു സന്ദേശം കുരിശിൽ വേദനയിൽ പിഴയുന്ന ക്രിസ്തുവിൽ നിന്നുണ്ടാകുന്നുണ്ട്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് രക്തം ചിന്തിക്കൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, പിതാവിനോട് അർത്ഥിച്ചു. ആ പ്രാർത്ഥന ലോകം മുഴുവൻ സമാധാന ദൂതായി പകരുകയാണ്. തന്നെ എതിർക്കുന്നവരും ദ്രോഹിക്കുന്നവരും ക്രൂശിക്കുന്നവരും അറിവില്ലാത്തവരാണ്, അറിവില്ലായ്മ കൊണ്ടാണ് അവർ ഈ പ്രവൃത്തി ചെയ്യുന്നതെന്ന് യേശു പറയുമ്പോൾ മനുഷ്യത്വത്തോട് പൂർണ്ണമായി ക്ഷമിക്കുകയും മനുഷ്യന്റെ അക്രമവാസനയോട് തൻ്റെ സഹനം കൊണ്ട്, വേദന കൊണ്ട്
രക്തം കൊണ്ട് യേശു പ്രതികരിക്കുകയുമാണ്. രക്തസാക്ഷിത്വത്തിന്റെ മകുടോദാഹരണമാണ് ക്രിസ്തുവിന്റെ ജീവാർപ്പണം. യേശു തന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുന്നതിന്റെ പാരമ്യം കുരിശിൽ നമുക്ക് കാണാം. യോഹന്നാൻ സുവിശേഷം 15:13 അവിടെ നിന്ന് പറയുന്നുണ്ട്, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യേശു സ്നേഹിതരായി കാണുന്നത് ഇഷ്ടപ്പെടുന്നവരെയും അനുകൂലിക്കുന്നവരെയല്ല, എല്ലാവരെയുമാണ്. തന്നെ എതിർക്കുന്നവരെയും ദ്വേഷിക്കുന്നവരെയും യേശു തന്റെ സ്നേഹിതരായി കാണുന്നു. ഒറ്റുന്ന ചുംബനം കൊണ്ട് ന്യായാധിപ സംഘത്തിന് തന്നെ കാട്ടിക്കൊടുക്കുന്ന കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനായിരുന്ന യൂദാസിനെ കുറിച്ച് യേശു പറഞ്ഞതും സ്നേഹിത എന്നാണ്. അങ്ങനെ വിദ്വേഷത്തിന്റെ വേരുകൾ പിഴുതെറിയുന്നവനായിട്ടാണ് ക്രിസ്തു കുരിശിൽ ഉയർത്തപ്പെടുന്നത്. ആ രക്തം ലോകത്തെമ്പാടും മനുഷ്യ സാഹോദര്യത്തിന്റെ മുറവിളിയായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈശോ കുരിശിൽ ചെയ്യുന്നത്. ക്രൈസ്തവരായ ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി പരമോന്നതിയായും കാണേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, തന്നെ കുരിശിൽ തറച്ചു കൊല്ലുന്നവരോട് ക്ഷമിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ കുറ്റത്തിന് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അറിവില്ലായ്മയാണ് ഈ തെറ്റുകൾക്ക് കാരണമെന്ന് യേശു ഏറ്റുപറയുകയാണ്. അങ്ങനെ നിർദോഷനായ ഒരുവൻ തന്നെ ആക്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ലോക ചരിത്രത്തിൽ വിസ്ഫോടനകരമായ മാറ്റമാണ് ഉണ്ടാക്കുക. രണ്ടാമത് യേശു ചെയ്യുന്നത്, തന്നെ അധിക്ഷേപിക്കുന്ന കുരിശിൽ കിടക്കുന്ന 2 കള്ളന്മാരിൽ ഒരുവൻ നീ രാജാവാണ് എന്ന് ഏറ്റു പറയുന്നു. നീ നിന്റെ രാജ്യത്ത് എത്തിച്ചേരുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് അർത്ഥിക്കുന്നു. അങ്ങനെ സമൂഹം വെറുക്കുന്ന, നിയമം കുറ്റവാളിയായി പ്രഖ്യാപിച്ച, കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരു കള്ളനെ യേശു നിത്യരാജ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇന്നു നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. വിസ്മയകരമായ അടയാളമായിട്ടാണ് ക്രിസ്തുവിന്റെ കുരിശുമരണം. ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്ന സ്നേഹദൂതാണ് യേശുവിന്റെ കുരിശുമരണം. രക്തം ചിന്തിക്കൊണ്ടാണ് സമാധാനം സ്ഥാപിക്കുന്നത്. നിഷ്കളങ്കന്റെ രക്തം ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നു. തന്നെ വെറുക്കുന്നവരെയും നിഷേധിക്കുന്നവരെയും ഒറ്റിക്കൊടുക്കുന്നവരെയും സ്നേഹിത എന്ന് വിളിക്കുകയും സ്നേഹത്തോടെ കൂട്ടിച്ചേർക്കുകയും ദൈവമേ അവരോട് കരുണയായിരിക്കണമേ എന്ന് അർത്ഥിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനെ ലോക മനസാക്ഷിക്ക് മറക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് അതീവ ദുഃഖിതമാകാവുന്ന ഒരു വെള്ളിയാഴ്ച ലോക ചരിത്രത്തിൽ നല്ല വെള്ളിയാഴ്ചയായി മാറുന്നു. ലോകത്തിന് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി, ദൈവവുമായും അവരനുമായും രമ്യപ്പെടാൻ വേണ്ടി തൻ്റെ ശരീരം കുരിശിൽ അർപ്പിച്ചുകൊണ്ട് യേശു യാഗമായി. നമ്മെ സംബന്ധിച്ച് ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ടും കേന്ദ്രസ്ഥാനമായിട്ടും ഉയരേണ്ട ഒന്നാണ് ക്രിസ്തുവിന്റെ ജീവാർപ്പണം. എങ്ങനെയാണ് ലോകത്ത് സമാധാനം സ്ഥാപിക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ബന്ധങ്ങൾ നിലനിർത്തേണ്ടതെന്ന്, എങ്ങനെയാണ് ദൈവവുമായും മനുഷ്യനുമായും ചേർന്ന് പോകേണ്ടതെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നത് ജീവാർപ്പണം കൊണ്ടാണ്. നാം ഓരോരുത്തരും അവരിനോട് ക്ഷമിക്കണമെന്നും അവരുടെ അകൃത്യങ്ങൾക്ക് ദൈവസന്നിധിയിൽ മാപ്പിരക്കണമെന്നും യേശു നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെട്ടത് ജീവാർപ്പണം കൊണ്ടാണ്. യേശുവിൻ്റെ രക്തം ഈ ലോകത്ത് സമാധാനം സ്ഥാപിക്കുന്നതാണ്. രക്തസാക്ഷികളുടെ രക്തം ലോകത്തിന് സമാധാനം പകരുന്നുവെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്രിസ്തുവിൻ്റെ ജീവാർപ്പണം. നാം ഇന്ന് ലോകത്ത് കാണുന്നത് നാനാവിധങ്ങളിലുള്ള അക്രമങ്ങളാണ്. പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും അവരെന്നെ നിഗ്രഹിക്കുന്നത് അന്യായമല്ല എന്ന് കരുതുന്ന ഒരു ലോകക്രമത്തിനകത്താണ് നാം ഇന്ന് ജീവിക്കുക. ഒരാളെ കൊല്ലുന്നത് കുറ്റകരമാണെങ്കിൽ ഒരു ജനതയെ ആകെ കൊന്നൊടുക്കുന്നത് അധികാരത്തിന്റെ ശക്തിയാണ് വെളിപ്പെടുത്തുക എന്ന തരത്തിലാണ് ലോകമെന്ന് കാണുന്നത്. ഒരാളെ കൊന്നാൽ കുറ്റമാകും, ഒരു ജനക്കൂട്ടത്തെ മുഴുവൻ കൊന്നാൽ അത് വിജയമാകും. യുദ്ധം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന്റെ ഹീനഭാവമാണ്. ലോകത്തിനും അത് തുടരുന്നുണ്ട്. അങ്ങനെ ലോകം അക്രമ സ്വഭാവത്തിലും ഹത്യാപരമായ ചിന്തകളിലുമായിരിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ രക്തം നമ്മോട് പറയുന്നത് അവരന് വേണ്ടി മരിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അങ്ങനെ സ്നേഹാർപ്പണം കൊണ്ട് മനുഷ്യത്വത്തിന്റെ അക്രമഭാവത്തെ നേരിടാൻ കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ക്രിസ്തു തന്റെ ജീവൻ നൽകിക്കൊണ്ട് നേടിത്തന്ന സമാധാനത്തിന്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ വിശ്വസമാധാനത്തിന്റെ അടയാളമായി കാണപ്പെടേണ്ടത്. ഇന്ത്യയിലെ ചരിത്രത്തിലാണ് നമ്മൾ പറഞ്ഞത് മഹാത്മാഗാന്ധിയുടെ ജീവാർപ്പണം രക്തം ഇന്ത്യ നിലനിൽക്കാൻ കാരണമായിട്ടുണ്ട്. ഇന്നും ആ രക്തം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതല്ലെങ്കിൽ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് 10 വർഷത്തിന് മുൻപ് തന്നെ
ഇന്ത്യ ഒരു മതരാഷ്ട്രമാകേണ്ടതായിരുന്നു. ഗാന്ധിയുടെ രക്തമാണ് സമാധാനത്തിന്റെ മറുപടിയായി ഇപ്പോഴും നമ്മോട് കൂടെയുള്ളത്. പിന്നീട് തുടർന്ന് വന്ന ഭരണാധികാരികളുടെ ഒത്താശയോടെയും മൗനാനുവാദത്തോടെയും സമാധാനത്തിന് വേണ്ടി രക്തം ചിന്തിയവർ നിരവധിയാണ്. സത്യം വിളിച്ചു പറയുന്നവർ എപ്പോഴും ക്രൂരമായ ഹത്യകൾക്ക് വിധേയപ്പെടുന്നത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണാം. ഇത് ഇവിടെ കൊണ്ട് ആരംഭിച്ചൊരു കാര്യമൊന്നുമല്ല. രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ആബേലിലാണ്. ആബേലിനെ കായൻ കൊല്ലുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെ തിരുവചനങ്ങളിൽ ആബേലിന്റെ രക്തസാക്ഷിത്വം നമുക്ക് കാണാം. അവിടെ പ്രധാനമായും സാഹോദര്യത്തിന് മുറിവേറ്റതിന്റെ ആദ്യ അടയാളമുണ്ട്. ദൈവസ്നേഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതിന്റെ, ദൈവവാക്ക് തിരസ്കരിക്കുന്നതിന്റെ, അവരിനോട് അസൂയ ഉണ്ടാവുകയും അസൂയ രക്തച്ചൊരിച്ചിലിന് കാരണമാകുന്നതിൻ്റെയും ചരിത്രം ആബേലിന്റെ കഥയിൽ നമുക്ക് കാണാം. ദൈവം കായനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ എവിടെ? നിന്റെ സഹോദരന്റെ രക്തം എന്നെ വിളിച്ച് കരയുന്നു, അവനെവിടെ? കായൻ പറയുന്നത്, ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ? രക്തസാക്ഷിത്വം നമ്മോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സഹോദരന്റെ കാവൽക്കാരനാണെന്നുള്ളതാണ്. അവരിന് വേണ്ടി കാവലായി മാറുക എന്ന കടമയാണ് നമുക്കുള്ളതെന്നും അവരത്വത്തെ സ്നേഹിക്കുക എന്നതാണ് ജീവിത ദൗത്യമെന്നും വെളിപ്പെടുത്തുന്ന ഒന്നാണ് ആബേലിന്റെ സംഭവം. ആ രക്തച്ചൊരിച്ചിലിന്റെ കഥ ഇപ്പോഴും തുടരുന്നുണ്ട്. സാഹോദര്യം മുറിവേൽപ്പിക്കപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ ആബേലിന്റെ രക്തം നിലവിളിക്കുന്നു. ദൈവം ചോദിക്കുന്നു, നിന്റെ സഹോദരൻ എവിടെ? നമുക്കൊരുപക്ഷെ നേരിട്ട് അക്രമങ്ങളിൽ ബന്ധമുണ്ടാവില്ല. പക്ഷെ അക്രമങ്ങളോട് മൗനാനുവാദം പുലർത്തുന്നവരായി നമ്മൾ മാറുന്നു. അക്രമങ്ങളെ ന്യായീകരിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു. അസൂയ എപ്പോഴും നമ്മൾ വെച്ച് പുലർത്തുന്നു. മറ്റൊരുവന്റെ ഉയർച്ചയെ അംഗീകരിക്കാൻ കഴിയാത്ത അവനവൻ മാത്രം കേന്ദ്രമായി ജീവിക്കുന്ന മനോഭാവത്തിൽ നിന്ന് ഇന്ന് നമുക്ക് വിമോചനമില്ല. ക്രിസ്തുവിലേക്ക് തിരിയാത്തത് കൊണ്ടാണ്, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ വില തിരിച്ചറിയാത്തത് കൊണ്ടാണ് സഹോദര ഹത്യയ്ക്ക് ഹൃദയം കൊണ്ട് നാം നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് അവരത്വ നിഷേധത്തിന്റെ ഏതു ഭാവങ്ങളെയും ക്രിസ്തു വിരുദ്ധതയായിട്ട് കാണാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ സമുദായം എന്ന പേരിൽ ഒന്നിക്കാൻ, സമുദായ ശാക്തീകരണത്തിന് വേണ്ടി വാദിക്കാൻ സഭാശ്രേഷ്ഠന്മാർ വരെ തയ്യാറാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സമുദായം എന്നതിന് മാനവ സമുദായം എന്നല്ലാതെ ഒരു അർത്ഥമില്ല. സമുദായം എന്നത് ഉദയം ചെയ്യുന്ന ഒന്നാണ്, ഉണർത്തുന്ന ഒന്നാണ്. ക്രിസ്തുവിലല്ലാതെ ഒരു ഉണർവ് സാധ്യമല്ല. അവന്റെ രക്തമാണ് നമ്മെ ഉണർത്തുന്നത്. ഓരോരുവന്റെ രക്തത്തിലും ക്രിസ്തുവിന്റെ രക്തം കാണാൻ നമുക്ക് കണ്ണില്ലാതെ പോകുന്ന കാലത്തോളം, ഞങ്ങൾ നിങ്ങൾ എന്ന വേർതിരിവിന് ഏതെങ്കിലും വിധത്തിൽ നമ്മൾ കാരണമാകുന്ന കാലത്തോളം, ഞാനും നീയും എന്ന ദ്വന്ദ്വത്തെ ഉറപ്പിച്ചെടുക്കാൻ നിരന്തരമായി പരിശ്രമിക്കുന്ന കാലത്തോളം ക്രിസ്തുവിന്റെ രക്തം അടയാളമായി നമ്മുടെ മുമ്പിലുണ്ട്. അത് ഓർക്കണം. അതുകൊണ്ട് സമുദായം എന്ന പേരിൽ ശക്തി പ്രാപിക്കുകയല്ല, മനുഷ്യൻ എന്ന പേരിൽ ശക്തി പ്രാപിക്കാനും ക്രിസ്തുവിൽ ആ ശക്തി ഉറപ്പിക്കാനും നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സാഹോദര്യം വീണ്ടും മുറിവേൽപ്പിക്കപ്പെടും. സാഹോദര്യത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന ഓരോ ക്ഷതവും ക്രിസ്തുവിന്റെ ശരീരത്തിലേൽക്കുന്ന മുറിവാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ആ വിവേകം പരിശുദ്ധാത്മാവിൽ മാത്രം ലഭ്യമാകുന്ന ഒന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് സഭാശ്രേഷ്ഠന്മാർ പ്രകാരമൊക്കെ പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാൽ, അവിടെയാണ് സ്ഥാപിത താല്പര്യങ്ങളുടെ ഈ ലോകക്രമത്തോട് അനുരൂപരാകാനുള്ള നമ്മുടെ മനോഭാവത്തിന്റെ പ്രത്യക്ഷമായ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. ഇതിവിടെ തുടങ്ങിയതല്ല. പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയുള്ള കിടമത്സരങ്ങൾ മനുഷ്യചരിത്രത്തിൽ ഉടനീളം നമുക്ക് കാണാം. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 21-ാം അധ്യായത്തിൽ 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ആഹാബ് തന്റെ ഭരണാധികാരത്തിന്റെ ശക്തി നാബോത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ്. നാബോത്ത് കർഷകനാണ്. കർഷകനായ നാബോത്തിന്റെ, ജസ്രേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം അടിച്ചെടുക്കാൻ ഭരണാധികാരിയായ ആഹാബ് ആഗ്രഹിക്കുന്നു. മനുഷ്യനേക്കാൾ മൂല്യം വസ്തുക്കൾക്കാണെന്നും സമ്പത്തിനാണെന്നും പ്രഖ്യാപിക്കുന്ന മനുഷ്യപ്രകൃതത്തിന്റെ ഏറ്റവും നീചമായ ഭാവം നമുക്ക് ആഹാബിൽ കാണാം. ആഹാബ് നാബോത്തിനോട് പറയുന്നു, നിന്റെ ഈ മുന്തിരിത്തോട്ടം എനിക്ക് തരിക, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനാണ്. തന്റെ പിതൃസ്വത്ത് കൈമാറ്റം ചെയ്യില്ല എന്ന് നാബോത്ത് പറയുന്നുണ്ട്. നാബോത്ത് അങ്ങനെ പറയുമ്പോൾ അതിൽ ക്ഷോഭിച്ച് തന്റെ അന്തഃപുരത്തിലേക്ക് കടന്നു വരുന്ന ആഹാബിനോട് ജസബേൽ പറയാണ്, നീ എന്തിനു വിഷമിക്കുന്നു? ഇത് ഞാൻ നിനക്ക് നേടിത്തരും.
അങ്ങനെ ഭരണാധികാരികളെ വിളിച്ച്, നാട്ടുപ്രമാണിമാരെ വിളിച്ച് ന്യായാധിപ സംഘത്തിന് മുൻപിലേക്ക് നാബോത്തിനെ കൊണ്ടുവരാനും ഏറ്റവും നീചന്മാരായ രണ്ടുപേരെ കൊണ്ട് നാബോത്ത് രാജ്യദ്രോഹിയാണ് എന്ന് കള്ളസാക്ഷ്യം പറയിക്കാനും ജസബേൽ ഗൂഢതന്ത്രം മെനയുന്നു. അങ്ങനെ നാബോത്ത് കൊല്ലപ്പെടുന്നു. രക്തത്തിന്റെ വില വീണ്ടും ലോകത്തുറപ്പിക്കപ്പെടുകയാണ്. മണ്ണിനു വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും സഹോദരന്റെ രക്തം ചിന്തുക എന്ന ഏറ്റവും ഹീനമായ പ്രവൃത്തിയുടെ തുടർച്ച നാബോത്തിന്റെ രക്തസാക്ഷിത്വത്തെ നമുക്ക് കാണാം. രക്തം ചിന്തിയാണ് ലോകത്ത് സമാധാനം സ്ഥാപിക്കപ്പെട്ടത്. നാബോത്ത് നിഷ്കളങ്കനാണ്, അനീതിയൊന്നും പ്രവർത്തിക്കാത്തവനാണ്. അനീതിയുടെ വിജയമാണ് യഥാർത്ഥത്തിൽ ആഹാബിന്റെ വിജയം. പക്ഷേ ആഹാബിന്റെ വിജയം ശാശ്വതമല്ല. ആഹാബിന്റെ വിജയം ശാശ്വതമല്ല എന്ന് മാത്രമല്ല, ആഹാബ് സമാധാന ധ്വംസകനായി നിൽക്കുമ്പോൾ നാബോത്തിന്റെ രക്തം സമാധാനത്തിന് വേണ്ടിയുള്ള നിലവിളി തുടരുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് സ്തെഫാനോസ്. സ്തെഫാനോസ് കൃപാവരം കൊണ്ട് നിറഞ്ഞ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന സ്തെഫാനോസ് യേശുവിന്റെ കുരിശുമരണത്തെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ അസ്വസ്ഥരാകുന്ന യഹൂദ മതാധികാരികൾ സ്തെഫാനോസിനെ ന്യായവിചാരണ ചെയ്യുന്നുണ്ട്. അങ്ങനെ ന്യായവിചാരണ ചെയ്യുമ്പോൾ ആബേൽ മുതലുള്ള ചരിത്രം, മനുഷ്യകുലത്തിന്റെ ചരിത്രം, രക്തത്തിന്റെ വിലയുള്ള ചരിത്രം സ്തെഫാനോസ് വിവരിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ എങ്ങനെയാണ് വിമോചനം പ്രാപിച്ചതെന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുന്ന സ്തെഫാനോസിന്റെ പ്രസംഗം കേട്ട് മതാധികാരികൾ കോപാക്രാന്തരായി. അങ്ങനെ അവർ കോപാക്രാന്തരാകുമ്പോൾ സ്തെഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതൻ്റെതുപോലെ വിളങ്ങുകയാണ്. കാരണം സമാധാനം പ്രഘോഷിച്ചതാരാണ്? മാലാഖയാണ്. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന് പ്രഖ്യാപിച്ച മാലാഖയുടെ മുഖമാണ് സ്തെഫാനോസിൽ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ ലോകത്ത് സമാധാനത്തിന്റെ രാജാവായ ക്രിസ്തുവിന് പ്രഘോഷിക്കുമ്പോൾ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുകയാണ് സ്തെഫാനോസ്. കല്ലെറിഞ്ഞ് കൊല്ലുന്ന നിമിഷം മുട്ടുകുത്തി ഈ കല്ലേറുകൾ സ്വീകരിച്ചുകൊണ്ട് സ്തെഫാനോസ് ആകാശത്തിലേക്ക് നോക്കി സ്വർഗത്തിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് പറയുകയാണ്, യേശുവേ, എൻ്റെ രക്തത്തിന് ഇവരുടെ മേൽ കുറ്റം ആരോപിക്കരുതേ. യേശുവിന്റെ പ്രാർത്ഥന തുടരുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഇവർക്കറിവില്ല പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ അതേ വാചകങ്ങൾ സ്തെഫാനോസ് തന്റെ ജീവിതാന്ത്യത്തിൽ കല്ലേറുകൊണ്ട് മരിക്കുന്ന സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്, ഉദ്ഘോഷിക്കുന്നുണ്ട്. ക്രൈസ്തവ കടമ എന്താണെന്നാണ് സ്തെഫാനോസ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ജീവനർപ്പിച്ചും ക്രിസ്തുവിനെ പ്രഘോഷിക്കാനും ജീവനർപ്പിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തന്നെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കാനും കരുണയുടെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കാനും സ്തെഫാനോസ് ജീവാർപ്പണം ചെയ്യുന്നു. ആ രക്തം മൂല്യമുള്ളതാണ്. ഇന്നും രക്തച്ചൊരിച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തെവിടെയും അവരിന് വേണ്ടി നിലകൊള്ളുക എന്നാൽ ജീവൻ അർപ്പിക്കുക എന്നാണ് അർത്ഥം. ക്രൈസ്തവർ ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് ഈ ജീവാർപ്പണത്തിന്റെ വഴിയിലേക്കാണ്. ആചാരക്രമങ്ങളും ആരാധനാ രീതികളുമൊക്കെ വ്യത്യസ്തമായിരിക്കാം. ആരാധനാക്രമങ്ങളെ സംബന്ധിച്ച തർക്കങ്ങളും ആചാരവിധികളെക്കുറിച്ചുള്ള അഭിപ്രായ ഭിന്നതകളും തുടർന്നുകൊണ്ടേയിരിക്കും. ഭിന്നതയുടെയും വിയോജിപ്പിന്റെയും സ്വരങ്ങൾ എപ്പോഴും ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിനെതിരായിട്ടാണെന്നറിയണം, ക്രിസ്തുവിനെതിരായിട്ടാണെന്നറിയണം. അതുകൊണ്ട് ജീവിതത്തിന്റെ നിസ്സാര പ്രവൃത്തികളിലും സാധാരണ ജീവിതത്തിലുമൊക്കെ തന്നെ എവിടെയെല്ലാം ക്രൂശീകരണത്തിന് അനുഭവം ഉണ്ടാകുന്നുവോ, കുറ്റപ്പെടുത്തലിന്റെയും അപമാനത്തിന്റെയും അവഹേളനത്തിന്റെയും നിമിഷങ്ങൾ ഉണ്ടാകുന്നുവോ, എവിടെയെല്ലാം പീഡയേൽക്കേണ്ടി വരുന്നുവോ, അവിടെയെല്ലാം ക്രിസ്തുവിന്റെ നിലവിളി വീണ്ടും ഉയരുന്നു. സമാധാനത്തിന് വേണ്ടിയുള്ള നിലവിളിയാണ്. ആ നിലവിളിയുടെ ഓർമ്മയാണ് ലോക സമാധാന ദിനത്തിൽ നമുക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തോറ്റുകൊടുക്കുന്നത് ഒരു കുഴപ്പമായിട്ട് കാണരുത്, പീഡയേൽക്കുന്നത് ഒരു കുഴപ്പമായിട്ട് കാണരുത്. പീഡയേൽക്കുന്നത് ക്രിസ്തുവിനെ ഓർമ്മപ്പെടുത്തുകയാണ്, അടയാളപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങളെ സംബന്ധിച്ച് നമുക്ക് രണ്ട് അഭിപ്രായമാണുള്ളത്. ഒന്ന്, അത് സമാധാനത്തിന് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ നിലവിളിയുടെ തുടർച്ചയാണ്. ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി രക്തം ചിന്തുന്നവരാണ് പീഡയേൽക്കുന്ന ഓരോരുത്തരും. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ലോകാവസാനം വരെ ക്രിസ്തു അടയാളപ്പെടുത്തപ്പെടുന്നത് നിഷ്കളങ്കമായ രക്തത്തിലൂടെയാണ്. രണ്ടാമത്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന അക്രമങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത് അത് ഇന്ത്യയുടെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെയുള്ള അക്രമമായിട്ടാണ്. ക്രൈസ്തവർക്കെതിരെയെന്നോ ന്യൂനപക്ഷങ്ങൾക്കെതിരെയെന്നോ ദളിതർക്കെതിരെയെന്നോ അല്ല.
പീഡയേൽക്കുന്ന ഓരോരുത്തരും വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ്. ഈ പീഡകളെല്ലാം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവാർപ്പണമാണ്. അതിൽ നിന്നാണ് നാം ഊറ്റം കൊള്ളേണ്ടത്. ആ ഊറ്റം കൊള്ളുമ്പോഴാണ് നമുക്ക് അവരിനോട് ക്ഷമിക്കാൻ കഴിയുക, അവരിനെ നീതീകരിക്കാൻ കഴിയുക. യേശു നീതിമാനാകുന്നത് എല്ലാവരെയും നീതീകരിച്ചുകൊണ്ടാണ്. തന്നെ കുരിശിൽ തറയ്ക്കുന്നവരെ പോലും നീതീകരിച്ചുകൊണ്ട് പിതാവേ ഇവർക്ക് അറിവില്ല എന്ന് നമ്മൾ പറയുന്നു. കൊച്ചുകുട്ടികൾ തെറ്റ് ചെയ്താൽ നമ്മൾ പറയുമല്ലോ, അറിവില്ലാത്ത പ്രായമല്ലേ, അറിവില്ലാഞ്ഞിട്ടല്ലേ. ഈ അറിവില്ല എന്ന് പറയുന്നത് അവരിനെ നീതീകരിക്കുന്ന പ്രവൃത്തിയാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് അവർക്ക് അറിവിന്റെ കുറവൊന്നുമല്ല, അഹങ്കാരം എന്നാണ്. യേശു പറഞ്ഞത് അവർക്ക് അറിവില്ലെന്നാണ്. ഈ അറിവില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥന ഹൃദയത്തിൽ എന്നും ഉണ്ടാകേണ്ടതാണ്, നിരന്തരം പുലർത്തേണ്ടതാണ്. രക്തം ചിന്തുമ്പോഴും അപമാനം ഏൽക്കുമ്പോഴും പീഡ ഏൽക്കുമ്പോഴും അവഹേളിക്കപ്പെടുമ്പോഴും വേർതിരിക്കപ്പെട്ട് ഒറ്റപ്പെടുത്തപ്പെടുമ്പോഴും ഒക്കെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ചിന്തയാണ് അവർക്കറിവില്ല പിതാവേ. യേശുവിൻ്റെ പ്രാർത്ഥന ജീവിതത്തിൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി ചിന്തപ്പെടുന്ന ഓരോ തുള്ളി രക്തത്തിലും ക്രിസ്തുവിൻ്റെ രക്തത്തെ നമുക്ക് കാണാൻ പറ്റണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹന നിമിഷങ്ങളിൽ നമ്മെ എതിർക്കുന്നവരും ദ്രോഹിക്കുന്നവരും ആരായാലും അവരെ സ്നേഹിത എന്ന് വിളിക്കാൻ, അവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് അർത്ഥിക്കാൻ നമുക്ക് കടപ്പാടുണ്ട് ക്രിസ്തുവിൽ. ഈ ഒരു ഓർമ്മ നമ്മെ നയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിദ്വേഷത്തിൻ്റെയും വിഭജിത യുക്തികളുടെയും ചങ്ങലക്കെട്ടുകളിൽ പെട്ടുപോകാതെ സ്വതന്ത്ര ഹൃദയത്തോടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായും ക്രിസ്തുവിൽ മരിക്കുന്നവരായും ക്രിസ്തുവിൽ ഉയർക്കുന്നവരായും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അവന്റെ കുരിശുമരണത്തോട് യോജിച്ചുകൊണ്ടാണ് മാമോദീസയിൽ നാം മരിക്കുന്നത്. അങ്ങനെ മരിച്ച് ഉദ്ധിതരായ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യത്തോടെ, ക്രിസ്തുവിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവാർപ്പണമാണ് നമ്മുടെ ശക്തി എന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോകാൻ വിളിക്കപ്പെടുന്നു. ചെറുതും വലുതുമായ ജീവിതാനുഭവങ്ങൾക്കകത്ത് ഉണ്ടാകുന്ന നമുക്കെതിരായ ഏതൊരു അതിക്രമത്തെയും ഇപ്രകാരം സ്വീകരിക്കാനും അവരിനോട് ക്ഷമിക്കണമേ പിതാവേ എന്ന് അർത്ഥിക്കാനും നമുക്ക് കടപ്പാടുണ്ട്. നമുക്കെതിരാകുന്നവരെ തള്ളി മാറ്റാനോ വകഞ്ഞു മാറ്റാനോ അല്ല, അവരെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശത്രു സംഹാര പൂജകളിലല്ല നാം എത്തിച്ചേരേണ്ടത്. അവരത്തോട് കാരുണ്യം കാട്ടുന്ന, അവരെ നീതീകരിക്കുന്ന നമ്മുടെ രക്തം സമാധാനം സ്ഥാപിക്കുമെന്ന ഉറപ്പിലാണ്. കൊല്ലപ്പെട്ടതുപോലെ കാണപ്പെടുന്ന ഒരു കുഞ്ഞാട് സ്വർഗത്തിലുണ്ട്. അവൻ എന്നേക്കും ജീവിക്കുന്നു. രക്തസാക്ഷിത്വം അമരത്വമാണ് നൽകുന്നത്, ഒരിക്കലും നാശമല്ല എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. പീഡയേൽക്കുമ്പോൾ പതറിപ്പോകാതിരിക്കാൻ ക്രിസ്തുവിന്റെ രക്തത്തിൽ നിന്ന് നമുക്ക് ശക്തി സ്വീകരിക്കാൻ കഴിയണം. ലോകം സമാധാനത്തിലാണ് എന്ന് വ്യാജമായി പറയുകയല്ല. ലോകത്തിൽ അസമാധാനമുണ്ട്. ആ സമാധാനത്തിന് നടുവിൽ സമാധാനത്തിന് ദൂതരായി ഞങ്ങളെയും അയക്കണമെന്ന് വിശ ഫ്രാൻസിസ് അസീസിയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവെ, സമാധാനത്തിന് ദൂതരായി ഞങ്ങളെ അയക്കണമേ. ആ പ്രാർത്ഥന സ്വയം സമർപ്പിക്കാനുള്ള ഉറപ്പാണ് ഹൃദയത്തിൽ ജനിപ്പിക്കേണ്ടത്. ഇപ്രകാരം ഒരു ജീവിതം നയിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ ഇന്നേ വരെ രക്തം ചിന്തിയിട്ടുള്ള എല്ലാ രക്തസാക്ഷികളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനെ അടയാളപ്പെടുത്താൻ വേണ്ടി ജീവാർപ്പണം ചെയ്യുക എന്നതിനേക്കാൾ വലുതായി ഒന്നും നമുക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് സഹന നിമിഷങ്ങളിൽ പതറിപ്പോകാതെ ക്രിസ്തുവിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർക്കറിവില്ല. ഇതാണ് സമാധാനത്തിന്റെ ദൂത്. അശാന്തി ദൂത് ലോകം മുഴുവൻ നിറയട്ടെ. എവിടെയും അക്രമങ്ങളും പീഡകളും യുദ്ധങ്ങളും കലഹങ്ങളും ഒക്കെ നിറയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ സമാധാനത്തിന്റെ ദൂതരായി വർത്തിക്കാൻ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ, യേശുവിൽ ഏവർക്കും സമാധാനമുണ്ടാകട്ടെ. അവൻ നമ്മുടെ സമാധാനമാണ്. ശത്രുതല മുതലുകൾ തീർക്കുകയും ഇരുകൂട്ടരെയും ഒന്നിപ്പിക്കുകയും ചെയ്യും. നമുക്കിടയിലുള്ള വിയോജിപ്പുകൾ എത്രത്തോളം ശക്തമാവുമ്പോഴും ഈ സമാധാന ദൂത് നമ്മെ നയിക്കട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആത്മാവിൻ്റെ ഫലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സമാധാനം. ആ സമാധാനം കൊണ്ട് ലോകം നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന അപരത്വത്തെ നീതീകരിച്ചുകൊണ്ടുള്ളതാകട്ടെ. എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ. ആമേൻ.